ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു മനോഹരമായ വീഡിയോ ആയിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം ചാനൽ പേജ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? കഞ്ചിത്തണ്ണിയിലുള്ള ഇന്ദ്രിയ റിസോർട്ട്സ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഡമൻ പ്ലാന്റേഷനാണ്. ഇവരുടെ പ്രോപ്പർട്ടി ഏകദേശം 25 ഏക്കർ കാർഡമൻ പ്ലാന്റേഷൻ ഉണ്ട് അവർക്ക്. ഈ 25 ഏക്കർ കാർഡമൻ പ്ലാന്റേഷനുള്ളിലാണ് നമ്മുടെ റിസോർട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഒരു ചെറിയ ഫാമിലി ട്രിപ്പിന് വേണ്ടി വന്നതാണ്. വളരെ മനോഹരമായ ആംബിയൻസും അതിലേറെ അവരുടെ ഹോസ്പിറ്റാലിറ്റി ഞങ്ങൾ ഒത്തിരി ആകർഷിച്ചു. ഞങ്ങൾ രാവിലെ 7:30 കുടുംബസമേതം ഒരു മോർണിംഗ് ട്രക്കിങ്ങിന് ഇറങ്ങി. മോർണിംഗ് ട്രക്കിങ് ജീപ്പല്ല, നമുക്ക് നടക്കണം. ഏകദേശം 1 കിലോമീറ്റർ നമുക്ക് നടന്ന് ഇവരുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മുകളിൽ അവിടെ എത്താം. അതിനുശേഷം ആ ഏലക്കാടുകളും അവരുടെ ഇടകൃഷി, കൊക്കോ, തേയില, കാപ്പി, ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് വളരെ നല്ല മോർണിംഗ് വൈബായിരുന്നു. ഞങ്ങളുടെ 2 കുഞ്ഞു മക്കളും ഒത്തിരി നടന്നു, അവർക്ക് ഒരു പ്രശ്നമില്ല. ഏറ്റവും മനോഹരം എന്നുള്ളത് മോർണിംഗ് നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നല്ല കാപ്പി, അടിപൊളി കാപ്പി, നല്ല കട്ടൻ കാപ്പിയാണ്. നമ്മൾ കുടിച്ച കട്ടൻ കാപ്പിക്ക് ഇത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു. ഫസ്റ്റ് ടൈം ഇത്രയും നല്ല അവർ തന്നെ പ്രിപ്പയർ ചെയ്ത കാപ്പിയും അവരുടെ തന്നെ ഏലക്കയും സുന്ദരമായിരുന്നു. നല്ല മോർണിംഗ് വൈബായിരുന്നു. കൂട്ടുകാരെ, ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഈ ഏലക്കയിലോട്ട് ആകർഷിക്കുകയാണ്. എനിക്ക് ഈ ഏലക്ക കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. എന്നെപ്പോലെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതാണ് ഏലക്കയുടെ ചെടി. നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഇല കാണാം, കണ്ടോ? ഇത് ഇവരുടെ പ്ലാന്റേഷൻ ആയതുകൊണ്ട് ഒത്തിരി കെയറിങ് ചെയ്ത് കണ്ടോ. ഇത് കണ്ടോ, ഇതാണ് ഏലക്കയുടെ ഇതിൻ്റെ ഉള്ളിലാണ് അവരുടെ ഏലക്ക, നമുക്ക് കഴിക്കുന്ന ഏലക്ക ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഏലക്കയുടെ പൂവാണ്. ഇതാണ് ഇതിൻ്റെ തണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഏതാണ് യൂസ് ചെയ്യുന്നതെന്നറിയാമോ? ഈ അടിക്ക എന്നാണ് അവർ ഇതിന് പറയുന്നത്. ഈ അടിക്കായാണ് അവർ ഏലക്കയ്ക്ക് പറിക്കുന്നത്. കണ്ടോ, ഇതിന് മുന്നേ പറിച്ചേക്കുന്ന ആദ്യം തന്നെ ഉണ്ടായ അടിക്കായ ഇതാണ്. അവർ പറിച്ചു, അതിനുശേഷം ഇത് പറിച്ചു, അതിനുശേഷം ഇത് പറിച്ചു. ഇനി അടുത്ത് പറിക്കാൻ പോകുന്നത് ഇതാണ്. ഇവർ 25 ദിവസം ഇടവിട്ട് ഈ അടിക്ക പറിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിന്നാണ് ആ ഏലക്കയാണ്, നല്ല ക്വാളിറ്റി ഏലക്ക അവർ ഇമ്പോർട്ട് ചെയ്യും. ബാക്കിയുള്ളത് ഇവിടെ സെയിൽ ഔട്ട് ചെയ്യും. ഇനി ഇത് കണ്ടോ, ഈ ഒരു ഏലത്തണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം 9 വർഷമാണ് ഇതിൻ്റെ ആയുസ്. 9 വർഷം. ആദ്യത്തെ 3 വർഷം ഇത് വളർന്നു വരും. അത് കഴിഞ്ഞിട്ടുള്ള 6 വർഷം നമുക്ക് ഇതിനകത്ത് നിന്ന് ഫലം എടുക്കാൻ പറ്റും. ഈ 6 വർഷം ഓരോ 25 ദിവസം 30 ദിവസം എടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് വിളവെടുക്കാൻ പറ്റും. ഇവർ പറയുന്നത് ഒത്തിരി ലാഭമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇനി ഇവിടെ ഇതിനെ പ്രത്യേകം ആ 3 വർഷം നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇട്ട് വേണം മെയിൻ്റനൻസ് എല്ലാം നടത്താനായിട്ട്. പ്രത്യേകിച്ച് ഇതിന് വളം, നല്ല ക്വാളിറ്റി ഏലക്ക വേണമെങ്കിൽ നല്ല വളം വേണം, നല്ല വെള്ളം വേണം, നല്ല പണിക്കാർ വേണം. ഒരു കുഞ്ഞിനെ പോലെ ഇതിനെ ശുശ്രൂഷിച്ചാൽ മാത്രമേ നല്ല ഫലം കിട്ടുകയുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കീടകൾ വരും. അവർക്ക് ഇത് നല്ല കാലാവസ്ഥ വേണം. നല്ല കാലാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഏലക്ക നല്ല ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. ഒരുവിധം നല്ല വെയിൽ വേണം, ഒരുവിധം നല്ല തണുപ്പ് വേണം, നല്ല വെള്ളം വേണം. കഴിഞ്ഞ പ്രാവശ്യം വെയിൽ കൂടിപ്പോയി, അതുകൊണ്ട് ഏലക്കയുടെ കൃഷി നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. പിന്നെ നല്ല വളം, ഇവർ രാസവളം ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് കേട്ടോ. പക്ഷെ അവർ പറഞ്ഞത് ആ രാസവളം ഉപയോഗിച്ചാലും ഏലക്കയ്ക്ക് കേട് വരില്ല, നിങ്ങൾക്ക് അതിനകത്ത് വിഷാംശം വരില്ല എന്നാണ് പറയുക. കാര്യം എന്ന് വെച്ചാൽ ഇവർ നന്നായിട്ട് ഇത് പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏലക്ക എടുത്ത് നന്നായിട്ട് കഴുകിയാണ് തരുന്നത്. അതുകൊണ്ട് ആ വിഷാംശം ഇതിനകത്തോട്ട് വരും എന്നുള്ളൊരു ഇതൊന്നും വേണ്ട.